ബി.ജെ.പി എന്ന് പറയുന്ന പാർട്ടി ഹിന്ദുത്വ അവരുടെ പ്രഖ്യാപിത നയമായി പ്രഖ്യാപിച്ചിട്ടുള്ള പാർട്ടിയാണ്. 1980 ഹിന്ദുത്വ എന്ന് പറയുന്നത് പാർട്ടിയുടെ കോർ ഐഡിയോളജി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പാലംപൂർ റെസൊല്യൂഷന് ശേഷം. അങ്ങനെ ഇരിക്കുന്ന ഒരു പാർട്ടിക്ക് ഹിന്ദു സ്റ്റാമ്പ് കിട്ടുമെന്ന് ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ. അതല്ല, ഈ വിഷയം ആകെ സംസാരിക്കുന്ന ആരാണ്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം സംസാരിക്കുന്നുണ്ടെങ്കിൽ ബി.ജെ.പി അല്ലേ? അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ സ്ട്രോങ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ഉയർത്തിയിട്ടുള്ള നരേന്ദ്രമോദിയല്ലേ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കപ്പെടണോ എന്നുള്ള സ്ട്രോങ് ആയിട്ടൊരു നിലപാട് ഉയർത്തി പിടിച്ചു കഴിഞ്ഞല്ലോ. ഇവിടെ ചില കാര്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്ന്, ശ്രീ ജയരാജ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോരുതെന്ന് തോന്നുന്നു. അദ്ദേഹം ചെയ്ത അക്ഷരാർത്ഥത്തിൽ ഈ വിക്ടിം ബ്ലെയിമിംഗ് എന്ന് പറയുന്ന സംഭവമാണ്. അതായത് ഒരു സംഭവം നടക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകളെ തള്ളി പറയാൻ ധൈര്യമില്ലാതിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പരിപാടി അതിൽ ഇരകളായിട്ടുള്ള ആളുകളെ കുറ്റം പറയുക എന്നുള്ളതാണ്. അതിൽ ഇരകൾ എന്തുകൊണ്ടും ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് അർഹിച്ചിരുന്നു. ആളുകൾ അത്ര ശരിയൊന്നുമല്ല, അവര് പലതരത്തിലുള്ള ദുസ്വഭാവമുള്ള ആളുകളാണ്, അതുകൊണ്ട് ഒരെണ്ണം കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, അവരത് അർഹിക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു സംഭവം. സാധാരണഗതിയിൽ ഈ എന്താ പറയുക, ഈ പറയുന്ന സ്ത്രീ സംബന്ധമായിട്ട് സ്ത്രീ പീഡനമൊക്കെ വരുന്ന സമയത്ത് സ്ത്രീയുടെ ക്യാരക്ടറിനെ അസാസിനേറ്റ് ചെയ്യുമല്ലോ. അവള് പോക്ക് കേസാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ തെറ്റില്ല എന്ന് പറയുന്ന പോലത്തെ വളരെ ഹീനമായിട്ടുള്ള വിക്ടിം ബ്ലെയിമിംഗ് ആണ് ഇസ്കോണിനെ കൾട്ടുകളുമായിട്ട് ഉപമിക്കുന്നത്. ലോകത്ത് പലതരത്തിലുള്ള കൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ കൾട്ടുകളുടെയൊക്കെ നേതാക്കന്മാർ പലതരത്തിലുള്ള വിചിത്രമായിട്ടുള്ള ആചരണങ്ങൾക്കും അവരുടെ കൾട്ടിന്റെ ഫോളോവേഴ്സിനെ വിധേയരാക്കിയിട്ടുണ്ട്. കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ള കൾട്ടുകൾ പോലും ഉണ്ട്. പക്ഷേ ഇസ്കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്കോൺ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ശ്രീകൃഷ്ണന്റെ അവബോധം പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഏറ്റവും സമാധാനപരമായിട്ടുള്ള മാർഗത്തിലൂടെ, ആനന്ദ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സംഘടനയാണത്. അവരുടെ പരിപാടി എന്താണ്? അവർ ഭജൻ പാടുന്നു, അവർ നൃത്തം ചെയ്യുന്നു, അവര് എന്താ പറയാ, വൃന്ദാവനത്തിൽ ജീവിക്കുന്ന ആളുകളായിട്ട് സ്വയം സങ്കല്പിച്ചുകൊണ്ട് ഒരു ആനന്ദഭാവത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. സസ്യാഹാരികളാണ്. ലോകത്ത് എത്രയോ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും രാജ്യത്തിൽ ഇസ്കോണുകാരെ കൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇപ്പൊ ഇസ്കോൺ ഏറ്റവും കൂടുതൽ ഫോളോയിങ് ഉള്ളത്, ഇന്ത്യയിനേക്കാൾ കൂടുതൽ ഫോളോയിങ് ഉള്ളത് യുഎസിലാണ്. യുഎസിലൊക്കെ എത്രയോ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇസ്കോൺ. ഇവിടെ ബംഗ്ലാദേശിൽ ഇവർ ആക്രമിക്കപ്പെടുന്നത് ഇസ്കോണിന്റെ കൾട്ടായിട്ടുള്ള ബിലീഫ് സിസ്റ്റം എന്താണ്, ബംഗ്ലാദേശിന്റെ നാഷണൽ സെക്യൂരിറ്റിക്ക് ഏതെങ്കിലും രീതിയിൽ ഭീഷണി ഉയർത്തുന്നതുകൊണ്ടൊന്നും അല്ല. അങ്ങനെ പറയുന്നതൊക്കെ അസംബന്ധമാണ്. ഇവിടെ ചിന്മയ് ദാസിനെതിരെ എടുത്തിട്ടുള്ള കേസ് എന്താ? ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശ് പതാകയ്ക്ക് മേലെ ബംഗ്ലാദേശ് പതാകയേക്കാൾ ഉയരത്തിൽ സാഫ്രൺ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് കാവിക്കൊടി ബംഗ്ലാദേശിന്റെ കൊടിക്ക് മേലെ ഉയർത്തിയത് ബംഗ്ലാദേശ് നാഷണൽ ഫ്ലാഗിനെ ഇൻസൾട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അയാൾക്കെതിരെ കേസെടുക്കണം. ഒരാളെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ, അകത്തിടാൻ, അവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന, വോക്കലായിട്ട് സംസാരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കാരണം ഉണ്ടാക്കിയതാണത്. അതിന്റെ പേരിൽ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ ആൾക്കാരെ അവർ അറസ്റ്റ് ചെയ്തു. ചിന്മയദാസിനെ ജയിലിൽ കാണാൻ വേണ്ടി പോയിട്ടുള്ള സന്യാസിനെ അറസ്റ്റ് ചെയ്തു. ഈ സന്യാസി എന്ത് കുറ്റം ചെയ്തിട്ടാണ്? ഇയാൾ ഈ പറയുന്ന പോലെ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഫിഗറാണ്, അയാളെ ഇസ്കോൺ പോലും തള്ളി പറഞ്ഞ് അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവിടെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ ഈ പറയുന്ന മിലിറ്ററി ജുണ്ടയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹിന്ദു ജീനോസൈഡിനെ എതിർത്ത് സംസാരിക്കാൻ അവിടെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ വോയിസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ ചിന്മയദാസ് ആണ്. അങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ ഒന്ന് അയാളുടെ ശബ്ദം മൂടി വെക്കാൻ സാധിക്കും, രണ്ട് കൂടുതൽ ആളുകൾ അങ്ങനെ പുറത്തു വരാൻ ഭയക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതല്ലാണ്ട് ഇസ്കോൺ ഇങ്ങനത്തെ ഒരു സംഘടന എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഇസ്കോൺ ശരിയാണ്, ഇസ്കോൺ ഒരു സ്പെഷ്യൽ റിലീജിയസ് ഡിനോമിനേഷൻ എന്ന് പറയുന്ന സ്റ്റാറ്റസ് അവകാശപ്പെടാവുന്ന ഒരു ഹിന്ദു സംഘടനയാണ്. കാരണം അവര് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ദൈവത്തെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. കൃത്യമായി പറഞ്ഞ ഒരു എബ്രഹാമിക് ഒരു സെമിറ്റിക് സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇസ്കോൺ. സിംഗിൾ ഗോഡ്, സിംഗിൾ ടെക്സ്റ്റ്, സിംഗിൾ പ്രൊഫറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഇത് സിംഗിൾ ഗോഡേ ഉള്ളൂ ശ്രീകൃഷ്ണ. ഈ വിഷ്ണു പോലും ശ്രീകൃഷ്ണന്റെ അവതാരമാണ് എന്നുള്ളതാണ്. അത് ഗർഭോദക്ഷായി വിഷ്ണു, ക്ഷീരോദക്ഷായി വിഷ്ണു എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത ഭാവങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സുപ്രീം ഓംനിപൊട്ടൻ ഗോഡ് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനാണ്. ബാക്കി എല്ലാവരും ഡെമി ഗോഡ്സ് ആണ്. ഡെമി ഗോഡ് എന്ന് പറഞ്ഞാൽ ഡെമൺ ഗോഡ് അല്ല കേട്ടോ. ഡെമൺ ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഈ പിശാച് ദൈവം എന്നോ മറ്റോട് അർത്ഥമില്ല. ഡെമി ഗോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ദൈവമല്ലാത്ത ഒരു ഇൻഫീരിയർ സ്റ്റാറ്റസ് ഉള്ള ദൈവം എന്നുള്ളതാണ്, ഒരു രണ്ടാം നില ദൈവം എന്നുള്ളതാണ്. അപ്പോ ഇവര് ശിവനെയും മറ്റെല്ലാ ദേവതകളെയും ഇവർ ശ്രീകൃഷ്ണന്റെ താഴെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇവരെല്ലാം ഡെമിഗോഡാണ്. ഇസ്കോണിന്റെ സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവർ പറയും എന്താണ്, ശിവനെ ശ്രീകൃഷ്ണന്റെ തുല്യ പ്രാധാന്യത്തോടുകൂടി ആരാധിക്കാൻ പാടില്ല, പക്ഷെ ശിവനെ റെസ്പെക്ട് ചെയ്യണം തന്നെയാണ്. അല്ലാണ്ട് ശിവൻ മോശമാണെന്നോ ശിവനെ നിങ്ങൾ നിന്ദിക്കണമെന്നോ പറയുന്നില്ല. ശിവനെ റെസ്പെക്ട് ചെയ്യണം തന്നെയാണ്. ശിവരാത്രി ആചരണം നടത്താറുണ്ടല്ലോ ഇസ്കോൺ, അതല്ലെങ്കിൽ ദേവിയുമായി ബന്ധപ്പെട്ട് ദുർഗാപൂജ നടത്തുന്നുണ്ടല്ലോ ഇസ്കോൺ. ബാക്കി എല്ലാ ഹിന്ദു ആചരണങ്ങളും നടത്താറുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം
സംബന്ധിച്ചിടത്തോളം സിംഗിൾ ഗോഡ് കൃഷ്ണനാണ്, സിംഗിൾ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ്, സിംഗിൾ പ്രൊഫറ്റ് എന്ന് പറയുന്നത് ശ്രീല പ്രഭുപാദ എന്ന് പറയുന്ന ഇവരുടെ ആചാര്യൻ, ഈ പറയുന്ന ഇസ്കോൺ എന്ന് പറയുന്ന സൊസൈറ്റി സ്ഥാപിക്കുന്ന ശ്രീല പ്രഭുപാദ എന്ന് പറയുന്ന ആളാണ്. ഈ സ്ട്രക്ചറാണ് ഇവർ പിന്തുടരുന്നത്. ഇതൊരു കൾട്ടിന്റെ സ്വഭാവമാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള മുഴുവൻ ഇസ്ലാമിസ്റ്റുകളെയും പിടിച്ചകത്തിടണം, ഈ നാട്ടിലെ മുഴുവൻ ഇസ്ലാമുകളെയും ഈ നാട്ടിലെ മുഴുവൻ ക്രിസ്ത്യാനികളെയും പിടിച്ചകത്തിടണം. കാരണം എല്ലാ ദിവസവും ഇവിടെ മൈക്ക് കിട്ടിയിട്ട് വിളിക്കുന്നത് അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്നല്ലേ. ഇവിടുത്തെ ഈ പറയുന്ന എന്താ പറയാ ബാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് ഒരു ദൈവം മാത്രമേ ഉള്ളൂ, ബാക്കി ആരും ദൈവങ്ങളല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും അസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് രാജ്യത്തുണ്ടല്ലോ. നമ്മൾ പറയുന്നത് ഇത് മാത്രമേ ദൈവമുള്ളൂ, ബാക്കിയൊന്നും ദൈവം അല്ലാതെ ഒരാൾക്ക് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്, മറ്റുള്ളവരൊന്നും നിന്ദിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ എന്നാണ്. അപ്പോ ഇതൊന്നും ഒരു കാരണമല്ല ഒരാളെ ജയിലിലിടാൻ. ഇസ്കോണിന്റെ സ്വഭാവം അത് കൾട്ടാണെന്ന് പറഞ്ഞില്ലെന്ന് അർത്ഥമില്ല. അങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാ കൾട്ടുകളും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അവരുടെ പ്രത്യേകമായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളെയും ബാക്കിയുള്ള അവർ നടത്തുന്ന പരമത നിന്ദയെ പോലും അത് അവരുടെ മതസ്വാതന്ത്ര്യമാണെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അംഗീകരിച്ചിട്ട് ഇസ്കോൺ പോലെ വളരെ സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൾട്ടിന്റെ സ്വഭാവം ഉള്ളതെന്ന് പറയുന്നതൊക്കെ വളരെ ഷെയിംഫുൾ ആയിട്ടുള്ള വിക്ടിം ബ്ലെയിമിംഗ് ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. രണ്ടാമത്തെ കാര്യം ജമാഅത്തെ ഇസ്ലാമി ആദ്യം വളരെ സെക്യുലർ ആയിട്ട് തുടങ്ങി, വളരെ ലിബറൽ ആയിട്ടാണ് തുടങ്ങിയത്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ തനിനിറം മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിക്കുന്ന മൗലാന മൗദൂദിയാണ്. മൗദൂദിയുടെ ആശയം എന്താ? രാജ്യത്തിന്റെ മോചനം ഇസ്ലാമിലൂടെ 1940-കളിൽ തന്നെ മതരാഷ്ട്രവാദം എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ഹെയ്റ്റ്ഫുൾ ആയിട്ടുള്ള, വളരെ വെഞ്ചന്റ് ആയിട്ടുള്ള ഒരു തീവ്ര മതം നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിട്ടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് വിഭജന സമയത്ത് 1971 റസാക്കാർ എന്ന് പറയുന്ന പ്രത്യേക അൽ ബസർ, അൽ ഷബ്ദ് എന്നൊക്കെ പറയുന്ന പ്രത്യേക ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ആർമിയുടെ കൂടെ പോയിട്ട് റെയ്ഡുകൾ നടത്താനും ആൾക്കാരെ കൊല്ലാനും ബലാത്സംഗം ചെയ്യാനും ഒക്കെ നേതൃത്വം കൊടുത്തിരുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. പ്രസിദ്ധമായിട്ട് ഒരു ചിത്രമുണ്ട് അമേരിക്കൻ ഫോട്ടോഗ്രാഫർ എടുത്തിട്ടുള്ളത്. ഒരാളുടെ ഹാൻഡ് നീക്കി നോക്കുന്നത് മതം ഏതാണെന്ന് മനസ്സിലാവാൻ. അതായത് ഈ സർക്കംസിഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടാളക്കാരൻ നോക്കുന്ന ഒരു ചിത്രമുണ്ട്. അതായത് അങ്ങനെ നോക്കിയിട്ടാണ് ഒരു ആൾക്കാരെ കൊന്നിരുന്നത്. സുന്നത്ത് ചെയ്തിട്ടുള്ള ആളാണോ നോക്കിയിട്ട് സുന്നത്ത് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അയാളെ വെറുതെ വിടും. അല്ലാത്ത ആൾക്കാരെ കൊന്നു കളയുന്ന രീതിയിൽ മതം നോക്കി മനുഷ്യരെ കൊന്നിട്ടുള്ള ആൾക്കാരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാര്. 2010 ബംഗ്ലാദേശിലെ സുപ്രീം കോടതി തന്നെ 1971 ഹിന്ദു ജീനോസൈഡിൽ നേരിട്ട് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിന്റെ ടോപ്പ് ലീഡേഴ്സ് ആയിട്ടുള്ള 3 ആൾക്കാരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ബംഗ്ലാദേശിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരാണ് അവര്. ഇവര് ഈ കുറ്റകൃത്യത്തിൽ ജീനോസൈഡിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് എന്ന് അവിടുത്തെ ബംഗ്ലാദേശ് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ മീഡിയ വണ്ണ് തുടങ്ങിയ സമയത്ത് അതിന്റെ എഡിറ്റർ ആരാണെന്നോ അല്ലെങ്കിൽ മാധ്യമം പത്രത്തിൽ എഴുതുന്ന കോളം എഴുതുന്ന ആൾക്കാർ ആരാണെന്നോ അല്ല നോക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ആര് സ്ഥാപിച്ചു, അവരുടെ കോർ ഐഡിയോളജി എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. അത് നോക്കുന്ന ഒരാൾക്കും ജമാഅത്തെ ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. മൂന്നാമത്തെ കാര്യം, ഇത് സൈന്യം നോക്കി നിൽക്കുകയാണ്, വേറെ ആരൊക്കെയോ ആണ് അവിടെ ഈ പറയുന്ന അഴിഞ്ഞാട്ടം നടത്തുന്നത് പറയുന്നത് ശരിയില്ല. സമ്പൂർണ്ണമായിട്ട് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പൊ 1971 ജീനോസൈഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൈന്യമാണ് ശരിക്കും അത് ചെയ്തത്. യഹ്യ ഖാൻ ആയിട്ട് വന്ന് പാകിസ്ഥാനിൽ ഭരിക്കുന്ന ആർമി ജനറൽ യഹ്യ ഖാന്റെ നേരിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സൈനിക ഉദ്യോഗസ്ഥന്മാരാണ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതും ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തുന്നതും ആളുകളെ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്യുന്നത്. 1 ലക്ഷത്തോളം ആൾക്കാരെ ഫോഴ്സ്ഫുൾ റിലീജിയസ് കൺവേർഷന് വിധേയരാക്കിയിട്ടുണ്ട്. ഹിന്ദുവായി ജീവിക്കുന്ന ആളുകൾക്ക് പ്രത്യേക ടാക്സ് ഏർപ്പാടാക്കിയിട്ടുണ്ട്, റിലീജിയസ് ടാക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഹിന്ദുവായി തുടരണമെങ്കിൽ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസിന്റെ സ്റ്റാറ്റസോട് കൂടി ജീവിക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ പരസ്യമായിട്ട് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ, അതായത് ഇസ്ലാമിന് സമ്പൂർണ്ണാധിപത്യം കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ നല്ലൊരു ഉദാഹരണമാണ് ബംഗ്ലാദേശിൽ എങ്ങനെയാണ് ഇപ്പൊ മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഇപ്പൊ വന്നു. ബംഗ്ലാദേശിലെ സെക്യുലർ രാജ്യമായി പ്രഖ്യാപിച്ചു. എന്താ ചെയ്ത്? പ്രസിഡന്റ് ആയിരിക്കുന്ന മുജീബുർ റഹ്മാന്റെ വീട്ടിലേക്ക് ആർമി പോയിട്ടാണ്. ആർമിയുടെ ഒരു കണ്ടോൺമെന്റ് ആർമിക്കാർ പോയിട്ട് ഇയാളെ വീട്ടിലിട്ട് വെടിവെച്ച് കൊല്ലായത്. മുജീബുർ റഹ്മാനെ, അദ്ദേഹത്തിന്റെ ഭാര്യനെ, അദ്ദേഹത്തിന്റെ സഹോദരന്മാരെ, അദ്ദേഹത്തിന്റെ 3 മക്കളെ, അദ്ദേഹത്തിന്റെ മരുമക്കളെ ഒരു വീട്ടിലിട്ടിട്ട് 20ഓളം ആൾക്കാർ, അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരും ആർമിയുടെ ഒരു ട്രൂപ്പ് പോയിട്ട് വെടിവെച്ച് കൊല്ലുക ചെയ്ത്. എന്നിട്ടാണ് ആർമി ഭരണം പിടിക്കുന്നതും പിന്നീട് സിയാർ റഹ്മാൻ ഇതിന്റെ പ്രസിഡന്റായിട്ട് അധികാരത്തിൽ വരുന്നതും ഒക്കെ. അപ്പൊ ആർമിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടുത്തെ ഈ വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നടന്നിട്ടുള്ള സംഭവങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ബംഗ്ലാദേശ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹിന്ദു ട്രഡീഷണൽ, ഹിന്ദു കൾച്ചറുള്ള സ്ഥലമാണ്. നമ്മൾ ധാക്ക, ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ, ഈ ധാക്ക എന്നുള്ള പേര് പോലും ധാകേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്.
അതായത് ഹിന്ദു ധർമ്മത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള പീഠഭൂമികളിൽ ഒന്ന് കേരളം പോലെ, ഒന്ന് കശ്മീർ പോലെ, ഒന്ന് ബംഗാളാണ്. കാളിഘട്ട് കൽക്കട്ടയായത്, ത്രിപുരസുന്ദരിയാണ് ത്രിപുരയായത്, അതേപോലെ ഢാക്കേശ്വരിയാണ് ഢാക്കയായി മാറുന്നത്. ഹിന്ദു ധർമ്മത്തിലെ 51 ശക്തിപീഠങ്ങളിൽ ഒരു ശക്തിപീഠമാണ് ഢാക്കേശ്വരി. അപ്പൊ ഇപ്പോഴും ജനസംഖ്യ കൊണ്ട് ഹിന്ദുക്കൾ കുറവായിട്ടും അവിടെ എന്താ പറയുക കൾച്ചർ. നോക്കൂ, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. നിങ്ങൾ ഈ ചെയ്യുന്നത് മര്യാദയല്ല. ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് ഫാക്ച്വലി തെറ്റാണോ? ഢാക്കേശ്വരി അല്ലേ ഢാക്കയായത്? കാളിഘട്ട് അല്ലേ കൽക്കട്ടയായത്? ത്രിപുര സുന്ദരി അല്ലേ ത്രിപുരയായത്? ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫാക്ച്വലി തെറ്റാണോ? തേജോ മഹാലയാണ് തേജ്മഹൽ എന്നുള്ളത് PN ഓക്ക് എന്ന് പറയുന്ന ഒരു ആർക്കിയോളജിസ്റ്റിന്റെ ഫൈൻഡിംഗ് ആണ്. ആ കാര്യം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒന്ന് ഫാക്ച്വലി തെറ്റാണെങ്കിൽ നിങ്ങളുടെ ഈ പരിഹാസത്തിന് അർത്ഥമുണ്ട്. അതല്ലാത്ത സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രകോപിതനാവുന്നത്? പറയൂ ഡോക്ടർ ജയരാജ്. അല്ല, അതെന്താ ചെയ്തത്? റിഡിക്യൂളിസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ കോവേർഡ് എന്ന് പറയില്ലേ? ഫാക്ച്വലി ഒന്നും പറയാല്ലാണ്ട് വരുമ്പോൾ വെറുതെ ആളുകളെ പരിഹസിച്ചുകൊണ്ട് നിങ്ങൾ ചർച്ചയിൽ മേധാവിത്വം നേടുന്നു ദയവായിട്ട് വിചാരിക്കും. ഞാൻ പറഞ്ഞ ഏത് കാര്യം അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ബംഗ്ലാദേശ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹിന്ദു റിലീജിയസ് ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ഒരു പ്രോമിനൻസ് ഉള്ള സ്ഥലമാണ്. അതിന്റെ കൾച്ചറിനെ കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്യുക, അത് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നൊന്നും തുടങ്ങിയതല്ല, അത് 1946 മുതൽ തുടങ്ങിയതാണ്. അതിന്റെ ഹൈ പോയിന്റുകളും ലോ പോയിന്റുകളും ചരിത്രത്തിൽ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. 1971 ഒരു ഹൈ പോയിന്റ് ആണ്. 2000-കൾ എന്താ പറയുക, ദുർഗാപൂജ പന്തലുകൾക്ക് നേരെ നിരന്തരമായിട്ട് ആക്രമണങ്ങൾ നടന്നിരുന്ന 2000-ങ്ങൾ അതിന്റെ ഹൈ പോയിന്റ് ആണ്. ആ സമയത്തൊക്കെയാണ് റെഫ്യൂജി ഇൻഫ്ലക്സ് വല്ലാണ്ട് കൂടുന്നത്. ഇപ്പൊ ഈ 2024 സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹിന്ദു വംശഹത്യയുടെ അടുത്ത അധ്യായമാണ്. അവിടുത്തെ ഹിന്ദു ജനസംഖ്യ വല്ലാതെ ഇല്ലാതാക്കാനും അവിടുത്തെ ഹിന്ദു ആയിട്ടുള്ള വേരുകളെ മുഴുവൻ പിഴുതെടുക്കാനും നടത്തുന്ന ഒരു ശ്രമമാണ്. ഇത് ലോകത്തെ എല്ലായിടത്തും നടന്നിട്ടുണ്ട്. ഇത് ഹിന്ദുക്കളുടെ മാത്രം പ്രശ്നമൊന്നുമല്ല. നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാർ ഇസ്ലാമിസ്റ്റുകളും കൊല്ലപ്പെടുന്ന ആൾക്കാർ ഹിന്ദുക്കളും ആകുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഈ പരത്തി പറയുന്നത്. അവിടെ മതം നോക്കിയിട്ടല്ല നിങ്ങൾ അപലപിക്കേണ്ടത്. എല്ലാ മനുഷ്യരും കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. എല്ലാ വംശഹത്യകളും ഞങ്ങൾ അപലപിക്കുന്നത്. നേരെ തിരിച്ച് പാലസ്തീനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ സിയോണിസ്റ്റ് ഭീകരത എന്ന് തന്നെ മതം എടുത്ത് തന്നെ പറയും. അവിടെ ഇരകളാവുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ സംസാരിക്കും. ഇസ്ലാമോ ഫോബിയക്കെതിരെ നിങ്ങൾ വല്ലാണ്ട് സംസാരിക്കും. അതായത് ഇസ്ലാമിക ഭീകരത ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ പറയും ഭീകരതയ്ക്ക് മതമില്ല, ഭീകരത ഒരു സാർവത്രിക പ്രതിഭാസമാണെന്ന്. നേരെ തിരിച്ച് ഇസ്ലാം വിക്ടിമായി വരുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിറ്റി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ ഡിഫെൻഡ് ചെയ്യും. ഈ ഇരട്ടത്താപ്പൊക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു ബോധോദയം, ഒരു തിരിച്ചറിവ്, ഒരു റെസിസ്റ്റൻസ് ഉണ്ടായി വരേണ്ടതുണ്ട്. ഈ പറയുന്ന ബംഗ്ലാദേശിലുള്ള ഈ കൂട്ടക്കൊല നടത്തുന്ന ആളുകളെ പോലെ തന്നെ അപകടകാരികളാണ് അതിന് ഈ പറയുന്ന വ്യാഖ്യാന ഫാക്ടറികളിലൂടെ ന്യായീകരണം ചമയ്ക്കുന്ന ഈ മൗലീബാബകളും എന്നുള്ള തിരിച്ചറിവും കൂടി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.